ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിന്ന് കാണാൻ പോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എന്നൊരു സംഭവത്തെക്കുറിച്ചാണ്. ഒരു ചെറിയ സിറ്റുവേഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് നമുക്ക് കയറാം. അതായത് നിങ്ങൾക്ക് ഒരേപോലത്തെ ഒരുപാട് ക്ലിപ്സുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ട്യൂട്ടോറിയലുള്ളൊരു വീഡിയോ ഉണ്ട്. നിങ്ങളതൊക്കെ എഡിറ്റ് ചെയ്തു, ഇനി നിങ്ങൾക്കത് കളർ ഗ്രേഡ് ചെയ്യണം. ഒരുപാട് ക്ലിപ്പുകളുണ്ട്. ഡാവിഞ്ചി റിസോൾവിൽ നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുമ്പം ഓരോ ക്ലിപ്പുമാണ് നമ്മൾ സെപ്പറേറ്റ്ലി കളർ ഗ്രേഡ് ചെയ്യുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കി, നമുക്കൊരു ലെയർ ഫോട്ടോഷോപ്പിൽ ഇടുന്നത് പോലെ നമുക്ക് താഴോട്ടുള്ള എല്ലാ എഡിറ്റിനെയും ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? എന്നാൽ അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എന്ന് പറയുന്നത്. നമ്മളിന്ന് എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ്, അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിൻ്റെ സാധ്യതകൾ, വളരെ സിമ്പിളായിട്ടുള്ള ചില സാധ്യതകൾ നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ആൻഡ് ലാസ്റ്റായിട്ട് ഒരു സൂപ്പർ ട്രിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ദാറ്റ് വീണ്ടും വീണ്ടും ഉണ്ടാക്കേണ്ട ഒരു കഷ്ടപ്പാട് ഉണ്ടാവാത്ത വിധത്തിൽ. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ്? അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ലൈനിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ എഫക്റ്റോ ഒരു ഗ്രേഡോ കൊണ്ടുവരണം. പക്ഷേ ആ ക്ലിപ്പേ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല, മറ്റൊരു രീതി ചെയ്യണം. അപ്പോൾ അങ്ങനെ കൊണ്ടിടാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എവിടെയാണ് ഇടുന്നത് അതിൻ്റെ താഴോട്ടുള്ള എല്ലാ വീഡിയോ ലെയറുകളിലും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിൻ്റെ എഫക്റ്റ് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനകത്തൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടുള്ള എല്ലാത്തിനും ഒരു എഡിറ്റ് കൊണ്ടുവരാം എന്നുള്ളതാണ്. പക്ഷേ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നമ്മൾ ഇടുന്ന ക്ലിപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ലെയർ 3യിലാണ് നമ്മൾ ഇട്ടതെങ്കിൽ ലെയർ 1ലും 2ലും ഒക്കെ ഉള്ളതിനെ ബാധിക്കും. അപ്പോൾ നമുക്ക് ഒന്നിനെ മാത്രമായിട്ടത് സെറ്റാക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. ആൻഡ് ഉറപ്പ് പറയാം, നിങ്ങൾക്കിത് നിങ്ങളുടെ എഡിറ്റിംഗ് വളരെയേറെ യൂസ്ഫുൾ ആയിരിക്കും. സോ എവിടെയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. സോ എവിടെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ്? അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് നമ്മുടെ എഫക്ട്സിൻ്റെ ഉള്ളിലാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് നമ്മുടെ എഫക്ട്സിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഞാൻ നേരെ താഴോട്ട് നിർത്താം. നമ്മുടെ എഫക്ട്സിൻ്റെ ഉള്ളിലെ ആദ്യത്തെ സാധനമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വലിച്ചിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഓഡിയോയുടെ സെക്ഷൻ ഇങ്ങനെ താഴത്തേക്ക് ഇട്ടേക്കാം. വലിച്ചിട്ട് കഴിഞ്ഞാൽ സാധാരണ ഒരു ക്ലിപ്പ് പോലെ ഇരിക്കും. അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എന്നായിരിക്കും അതിൻ്റെ പേര്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നീട്ടാം, ഇഷ്ടം പോലെ കുറയ്ക്കാം, എത്ര സെക്കൻഡ് വരെ ആക്കാം ഒക്കെ നിങ്ങൾക്കുണ്ട്. എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിൽ ഒരു എഫക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ താഴോട്ടുള്ള എല്ലാ വീഡിയോ ലെയറിലും അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് വേണ്ട സാധനം മാത്രമേ അവിടെ ഇടാൻ പാടുള്ളൂ എന്ന് ഉറപ്പ് വരുത്തുക. നമുക്ക് ഇപ്പം ഇവിടെ നിങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിത് പ്ലേ ചെയ്യുമ്പോൾ ടൈറ്റിൽസ് ട്രാൻസിഷൻസ് ഞാൻ ടൈറ്റിൽ ട്രാൻസിഷൻ ഉള്ള ഓഫ് ആക്കാം. ടൈറ്റിൽസ് കണ്ടോ, ഒരു ഗ്രാജുവൽ ബ്ലർ വന്നിട്ട് അങ്ങ് പോകുന്നത് കണ്ടില്ലേ? ഉണ്ടോ? അത് ഞാൻ ഇവിടെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിലാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവത്തെ തന്നെ ചെയ്തുകൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ഈ ക്ലിപ്പിൽ ഒരു എഡിറ്റ് പിന്നീട് കൊണ്ടുവരണമെങ്കിൽ ഞാൻ വീണ്ടും അതിൻ്റെ പുറത്ത് പണിയേണ്ടി വരും. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് അവിടെ കിടന്നോളും. എനിക്കതിൻ്റെ ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ എഡിറ്റ് നടത്തി എനിക്കിത് കുറച്ചുകൂടെ നീളം വേണമായിരുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ ഉണ്ടായിരുന്ന ഒരു കട്ട് ഇങ്ങനെ ഒരു കട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് ഇവിടുന്ന് ഇനി ഇപ്പുറത്ത് കൊണ്ടുവരണം. കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം കീ ഫ്രെയിമാണ്. അപ്പോൾ അത് ഒന്നേം തുടങ്ങും. അതിന് പകരം ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഇല്ല, അത് കൊണ്ടുവരണം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്കിതങ്ങ് വലിച്ചു നീട്ടി ഇട്ടാൽ മതി. അപ്പോൾ അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ്. അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, നമ്മളുടെ വീഡിയോയുടെ റെസൊല്യൂഷൻ എന്തോ അത് തന്നെയായിരിക്കും. അതൊരു ട്രാൻസ്പെറൻറ്റ് ക്ലിപ്പാണ്. അതിൻ്റെ മണ്ടലൊരു എഫക്റ്റ് ഇടുക എന്നുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും 4 ഒരു വേ ഓഫ് ഡൂയിങ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. 4 വേ ഓഫ് ഡൂയിങ് എന്നും പറയാൻ പറ്റില്ല. 4 തരത്തിലുള്ള അല്ലെങ്കിൽ 4 ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഒന്ന്, നമുക്ക് കളർ ഗ്രേഡിങ്ങിൽ എങ്ങനെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഉപയോഗിക്കാൻ പറ്റും. 2, എഫക്ട്സിൻ്റെ കാര്യത്തിൽ. 3, നമുക്ക് എക്സ്റ്റെൻറ്റ്, കട്ട്, കോപ്പി തുടങ്ങിയ കാര്യങ്ങൾ. 4, നമുക്കിത് എങ്ങനെ പെർമനൻ്റ്ലി റിപ്പീറ്റഡ്ലി നമുക്ക് യൂസ് ചെയ്യാന്നുള്ള കാര്യമാണ്. നമുക്ക് കളർ ഗ്രേഡിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഈ കാണുന്ന എല്ലാ ക്ലിപ്പുകളും ഒരൊറ്റ ക്ലിപ്പാണ് നമ്മൾ ഇതുപോലെ എടുത്ത് ഞാനത് എഡിറ്റ് ചെയ്തതാണ്. സോ ഇൻ കേസ് ഇത് കളർ ഗ്രേഡ് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക. അപ്പം ഇതെല്ലാം ഒരേ ലൈറ്റിങ്ങിൽ ഒരേ സിറ്റുവേഷനുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഒരിക്കലും ഇനി ഓരോ ക്ലിപ്പുകൾ ഇവിടെ നമ്മൾ കളർ പേജ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലിപ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്ലിപ്സ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലിപ്പുകൾ കിടപ്പുണ്ട്. നമുക്കിതെല്ലാം ഒരുപോലെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം പോയോ ഇല്ല. ഇങ്ങനെ നമുക്കെല്ലാം എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എന്നൊരു സാധനം ഇടാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ അതിൻ്റെ അന്നൊരു 4-5 ക്ലിപ്പുകൾ കളർ ഗ്രേഡ് ചെയ്യാതെ എടുത്തിട്ടിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഞാൻ എൻ്റെ മണ്ടയിലേക്ക് വലിച്ചിട്ടു. ജസ്റ്റ് ഒന്ന് നീട്ടം കൂട്ടിയിട്ട് ഞാൻ എൻ്റെ നീളം അങ്ങ് കൂട്ടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എവിടം വരെയാണോ എനിക്ക് കളർ ഗ്രേഡ് വേണ്ടത് അവിടം വരെ ഞാൻ ഇട്ടു. ഇത്രയും ഇട്ടു. സോ
എനിക്ക് താഴെയുള്ള 5-6 കട്ടുകളിലൊന്നും കളർ ഗ്രേഡ് ചെയ്യേണ്ട വരില്ല. നേരെ മറിച്ച് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്ത് നേരെ കളർ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് കാണാം. സോ നമുക്ക് അതിൻ്റെ ഒരു ട്രാൻസ്പെറൻ്റ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ക്ലിപ്പുകൾ അതിൻ്റെ അകത്തുണ്ട്. അതുണ്ട് 1 മിനിറ്റ് 36 സെക്കൻഡ് 37 സെക്കൻഡ് എല്ലാം ഉണ്ട്. നമുക്കിവിടെ കളർ ഗ്രേഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു സിംപ്ലി എൻ്റെ ഒരു പവർ ഗ്രേഡ് ഇവിടെ എടുത്തിടാൻ പോവാണ്. ഇത് സെറ്റ് ഓഫ് എഡിറ്റ് ആണ്. പവർ ഗ്രേഡ് പലതരത്തിലുള്ള എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇതങ്ങ് എടുത്തിടാൻ പോവാണ്. അപ്പം എന്നിട്ട് ഞാനത് ക്ലീൻ അപ്പം ഇങ്ങനൊരു ഗ്രേഡ് അതിന് വന്നു. സോ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ എൻ്റയർ ക്ലിപ്പിനും ഒരു ഗ്രേഡ് വന്നു. എന്നാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമ്മൾ എപ്പോൾ ഓഫ് ആക്കുന്നോ അന്നേരം അത് പോവും. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് പോവും. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പം ഗുണം എന്നല്ല, ഒരു ചെറിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഭാഗത്തേക്ക് എനിക്ക് കളർ ഗ്രേഡ് വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഡിലീറ്റ് ആക്കി ഇടാം. കണ്ട് അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഒരു ഇത്രയും ഭാഗത്തേക്ക് കളർ ഗ്രേഡിങ് ഗ്രാജുവലി കുറയ്ക്കുന്നതാണെങ്കിൽ അതെനിക്കിവിടെ ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ അതങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കളർ ഗ്രേഡിങ്ങിന് വേണ്ടി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഉപയോഗിക്കാൻ പറ്റും. ഒരേപോലത്തെ ലൈറ്റിങ്ങും വലിയ കളർ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയ ഈ ഒരു സംഭവത്തിലേക്ക് പോകും. ഇവിടെ ഇത് ഓൾറെഡി കളർ ഗ്രേഡാണ്, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ വെനിയാറ്റിങ് വേണം. അവിടെയാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് പോലത്തെ എൻ്റെ ശരിക്കുള്ള ഉപകാരം വരുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് നമ്മൾ എടുത്തിട്ടു, നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു നേരെ ഫുള്ള്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഫുൾ ഇട്ടേക്കാം. ഓക്കെ, ഫുൾ എടുത്തിട്ടു. ഞാനിവിടെ ഓപ്പൺ എഫക്ട്സിൽ പോയിട്ട് വെനിയാറ്റ് ഒന്ന് അടിക്കുന്നു. വെനിയാറ്റ് വന്നു, വെനിയാറ്റ് എടുത്തിട്ടു. അപ്പം സംഭവം വന്നു. നമ്മളോട് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നു. ഇത്രയും വേണ്ട, എനിവേ അത് കിടക്കട്ടെ. ഇത്രയും വേണമെന്നുള്ളത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, എൻ്റെ താഴെയുള്ള ക്ലിപ്പുകൾക്കും ആ വെനിയാറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം വന്നു. നേരെ മറിച്ച് ഇങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഓരോ ക്ലിപ്പ് എടുത്തിട്ട് പണിയുണ്ടാവുന്നതാണ്. അപ്പോൾ അതാണ് കളർ ഗ്രേഡിങ്ങിൻ്റെ 2 സാധ്യതകൾ. ഇപ്പം വെനിയാറ്റിംഗ് അല്ലെങ്കിൽ ഹെലേഷൻ അല്ലെങ്കിൽ ബ്ലൂം, ഗേഷ്യൻ ബ്ലർ, അതൊക്കെ നമുക്ക് ഇതിനകത്ത് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ സെഷനായുള്ള എഫക്ട്സ് എങ്ങനെ ഇതിൻ്റെ അകത്ത് സെയിം മെത്തേഡ് തന്നെയാണ്. നമുക്ക് പലതരത്തിലുള്ള എഫക്ട്സുകൾ ഇവിടെ കാണും. VIG എന്ന് കളയട്ടെ. അപ്പം നമുക്കിപ്പം ഈ എൻ്റെ ക്ലിപ്പിന് ഒരു ബൈനോക്കുലർ ലുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ എന്തിനാണെന്നറിയില്ല, പക്ഷെ എന്നാലും ഏത് തരത്തിലുള്ള എഫക്ട്സുകളും നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിൽ പലതരം എഫക്ട്സ്. ഇപ്പോൾ വീഡിയോയുടെ സെക്ഷനിലേക്ക് നമുക്കൊരു ഡൈനാമിക് സൂം വേണമെങ്കിൽ നമുക്ക് അതിട്ട് കൊടുക്കാൻ പറ്റും. ഇതല്ലേ വീഡിയോ തുടങ്ങുമ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് വരുന്ന വിധത്തിൽ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാം. നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയാം. ഒരു ചെറിയ സെക്ഷനിലേക്ക് മതി അങ്ങനെ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഡൈനാമിക് സൂം അല്ല, നമുക്ക് മാനുവലി ഒരു വീഡിയോ ഇവിടെ മുതൽ സൂം ചെയ്ത് ഇങ്ങനെ വരണം. അപ്പോൾ നമുക്കിവിടെ 3-4 കട്ടുള്ളതുകൊണ്ട് ഇറ്റ്സ് ക്വൈറ്റ് ഹാർഡ്. നമുക്കിതൊന്നും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ വെച്ചാൽ നമ്മൾ കോമ്പൗണ്ട് ക്ലിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഒറ്റ ക്ലിപ്പായിട്ട് ട്രീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഈ കോമ്പൗണ്ട് ക്ലിപ്പിൻ്റെ ഉള്ളിലെ ക്ലിപ്പുകൾക്ക് ഒരു എഡിറ്റ് വീണ്ടും വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഡീകമ്പോസ് ചെയ്യണം. അപ്പോൾ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവിടുത്തെ കൊടുത്ത എഡിറ്റ് എല്ലാം നമുക്ക് പോവുകയും ചെയ്യും. അല്ലെങ്കിൽ അത് കോപ്പി ചെയ്ത് വേറെ കൊണ്ടിട്ട് വലിയ കൺഫ്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പം ഒരു ചെറിയ സൂമും കൊടുക്കുക. കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഒന്നുകൂടെ കൊടുത്തിട്ട് കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് നോർമലിലേക്ക് വന്നു. ഇപ്പം നമുക്കത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്കറിയാലോ, ഈ ചാനലിൽ അറിയാവുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ചാനലാണ്. കണ്ടോ, ഗ്രാജുവലി സൂം ഔട്ട് സൂമിങ് വരുന്നുണ്ടോ. താഴെയുള്ള ക്ലിപ്പുകൾക്കെല്ലാം ആ സംഭവം നമുക്കിവിടെ വന്നിട്ടുണ്ട്. അടുത്താണ് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് കോപ്പി പേസ്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഇങ്ങനെയൊരു സാധനം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഉദാഹരണത്തിന് ഇപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടെ വരട്ടെ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു ഗ്രാജുവൽ സാധനമാണ് വന്നിരിക്കുന്നത്. ഗ്രാജുവലി ഞാനൊരു കീ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് വീണ്ടും വേണം, ഇവിടെ വേണം. അങ്ങനെ നമുക്ക് വളരെ സിമ്പിളാണ്. ഓപ്ഷൻ ഞെക്കിക്കൊണ്ട് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് അവിടെ വരും. ഓപ്ഷൻ ഞെക്കിക്കൊണ്ട് ഡ്രാഗ് ചെയ്ത് എവിടെയെങ്കിലും നമുക്കിടാം. അതാണ് ഈ കട്ട് കോപ്പി പേസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ലെന്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു എഫക്റ്റ് നമുക്ക് പല സ്ഥലങ്ങളിൽ ഒരു വീഡിയോയിൽ നമുക്ക് ഒരേപോലെ ഉപയോഗിക്കുന്ന കുറേ എഫക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം ചില ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ ചില ടൈറ്റിൽസ് വന്നു കഴിയുമ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലർ ആക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കട്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നത്. ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിനെ ഇഷ്ടം പോലെ സേവ് ചെയ്ത് വെക്കാം. അതായത് നിങ്ങളൊരു എഫക്റ്റ് ഉണ്ടാക്കി, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കാണിച്ച സാധനം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വന്ന് ഈ ബോക്സ് ബ്ലർ വിത്ത് കീ ഫ്രെയിം എന്നൊരു സാധനം, അതായത് ഇത് കണ്ടു ബ്ലർ വിത്ത് കീ എന്ന് പറഞ്ഞൊരു സംഭവം, ഇത് ഓൾറെഡി എൻ്റെ ഇവിടെ ഉണ്ട്. പിപ്പ് പ്രോ അതൊരു പ്ലഗിനാണ്. ഞാനത് എൻ്റെ ഇഷ്ടത്തിന് സേവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് അവിടെ എൻ്റെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. വെനിയാറ്റ്
ഇതുണ്ടോ, അതുണ്ട് ചെറിയൊരു കോർണർ വിനിയായിട്ട്. സൂം വേണ്ടി നമ്മൾ ഉണ്ടാക്കില്ല. കണ്ടോ, അപ്പോൾ നമ്മളിന്ന് ഞാൻ ബേസിക്കലി എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസിൽ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യം പോയി. അപ്പം ഈ ഒരു സംഭവം നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എടുക്കാം. എഫക്സിൽ പോയിട്ട് ഇത് ഓഫാക്കി ഞാൻ എഫക്സിൽ പോവാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എടുത്തിട്ടു. അതിനുശേഷം നമ്മളത് സൂം ചെയ്യുവാണ്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. ഓക്കെ, ഞാനിവിടെ ഒരു എഫക്റ്റ് ഇടാൻ പോവാം. ഇപ്പോൾ ഒരു ഫ്ലൈയിങ് ഫ്ലാഗ് എന്ന് പറഞ്ഞൊരു സാധനം ഇട്ടു. ഞാനതിനെ എൻ്റെ ആവശ്യത്തിനൊക്കെ കസ്റ്റമൈസ് ചെയ്തു. ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ, ബ്ലെൻഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തു. അങ്ങനെ എനിക്കിഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റിയെന്ന് വിചാരിക്കുക. അത് എനിക്കിനി സേവ് ചെയ്യണം. എങ്ങനെയാണ്? അതിനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മീഡിയ പൂൾ എന്നുള്ള മണ്ടയുള്ള സെക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴെ പവർ ബിൻസ് എന്ന് പറഞ്ഞൊരു സാധനം കാണാൻ പറ്റും. അത് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ 3 ഡോട്ട്സ് ഞെക്കിയിട്ട് ഷോ പവർ ബിൻസ് എന്ന് കാണും. അത് ഞെക്കുക. കഴിഞ്ഞാൽ പവർ ബിൻസ് വരും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു മാസ്റ്റർ എന്ന സംഭവം ഉണ്ടാകും. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഫോൾഡർ, ഒരു ബിന്ന് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ട്യൂട്ടോറിയൽ എന്നിട്ടു. ട്യൂട്ടോറിയൽ എന്നിട്ട് സേവ് ചെയ്തു. ട്യൂട്ടോറിയൽ എന്നൊരു സബ് ഫോൾഡർ വന്നു. ആൻഡ് ഓൾ യു ഹാവ് ടു ഡു ഈസ് ലൈക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിനെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഈ ട്യൂട്ടോറിയലാണ് ഓപ്പണെങ്കിൽ അതിൻ്റെ അവിടെ കൊണ്ടിട്ടാൽ മതി. നിങ്ങൾക്ക് ഈ സാധനം ഇവിടെ ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്കിത് ഈ പ്രൊജക്റ്റ് മാത്രമല്ല, നിങ്ങളിനി ഈ ഡാഞ്ചറസ് അൺഇൻസ്റ്റാൾ ചെയ്ത് ക്ലിയർ ചെയ്യുന്നിടം വരെ നിങ്ങൾക്ക് ഏത് പ്രൊജക്റ്റിലും ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്ക് ഒരു പ്രീസെറ്റ് പോലത്തെ സാധനം ലൈഫ് ലോങ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ അതൊരു കുട്ടികൾക്കല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് സേവ് ചെയ്ത് വെക്കുക അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിൽ. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം അത് യൂസ് ചെയ്യാം. സോ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളുടെ അടുത്ത വീഡിയോ ലൈറ്റ് റൂമിൻ്റെ പോയിൻ്റ് കളർ എന്ന് പറഞ്ഞ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് സൂൺ കാണാം. ടേക്ക് കെയർ, ബൈ ഫോർ നൗ, സ്റ്റേ സേഫ്, പീസ്.